2025 എന്ന വർഷം സമാഗതമായ ശേഷം എത്ര മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് വ്യത്യസ്തരായ കുറ്റവാളികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ തൊട്ടടുത്ത് ലഹരിക്ക് അടിമയായി സ്വന്തം കുടുംബത്തിലെ രക്തബന്ധങ്ങൾ പോലും നോക്കാതെ 6-7 ജീവനുകൾ എടുക്കാൻ ഒരു 23-കാരന് കഴിഞ്ഞെങ്കിൽ നമുക്ക് ചുറ്റും കണ്ടുവരുന്ന ലഹരി ഉപയോഗങ്ങളും ലഹരി കച്ചവടങ്ങളും നമ്മൾ കണ്ണടച്ച് കളയാറില്ലേ? നമ്മളെ കൂട്ടുകാർക്കിടയിൽ, നമ്മളെ കുടുംബങ്ങൾക്കിടയിൽ, നമ്മളെ നാട്ടുകാർക്കിടയിൽ, അങ്ങനെ പലയിടങ്ങളിലും ഇതിന്റെ വ്യാപകമായ ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും സ്വന്തം കാര്യം നോക്കി എന്തിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം, വെറുതെ അപകടത്തിൽ പോയി പെടണം, എന്തിന് പ്രശ്നങ്ങളിൽ പോയി പെടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിന്നതിന്റെ പേരില് അപ്പുറത്തെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന, അപ്പുറത്തെ വീട്ടിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നവൻ നമ്മുടെ വീട്ടിൽ കയറി കുറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായി കാണാം, ലോകം അവസാനിക്കില്ല ഏതുവരെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യുന്നവൻ എന്തിന് കൊല ചെയ്യുന്നു എന്ന് അവനറിയില്ല. കൊല ചെയ്യപ്പെടുന്നവൻ, അതായത് ഇരയാക്കപ്പെടുന്നവൻ എന്തിനാണ് താൻ കൊല ചെയ്യപ്പെടുന്നത് എന്ന് അറിയാത്ത രൂപത്തിൽ, കാരണങ്ങൾ പോലും ഇല്ലാത്ത രൂപത്തിൽ കൊലപാതകങ്ങൾ അധികരിക്കുന്ന നാൾ വരുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, കച്ചവടങ്ങളും ഉപയോഗങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഇതുപോലുള്ള പ്രകടനങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ പോയി പ്രതികരിക്കാൻ മാത്രം നമുക്ക് എന്താ അർഹതയാണുള്ളത്? നമ്മളൊന്ന് ചിന്തിക്കുക, എന്നിട്ട് പ്രതികരിക്കുക. കത്തിയും വടിവാളും എടുത്ത് പ്രതികരിക്കണം എന്നല്ല പറഞ്ഞത്. ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ ഏത് നമ്പറിൽ നിന്നാണ് കോൾ വന്നതെന്നോ നിങ്ങളുടെ പേരോ നാളോ ഓളോ ഒന്നും പുറത്തു വരാത്ത രൂപത്തിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ തല അവിടെ തന്നെ ഉണ്ടോ എന്ന് തപ്പി നോക്കിയിട്ട് രാവിലെ ഉണരേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉയർന്ന് പ്രവർത്തിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.